ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വീനിങ് എന്ന് പറയുന്ന ഒരു യുവതിയും അവരുടെ മകളായിട്ടുള്ള നിർമ്മല, പിന്നെ ഈ വീനിങ്ങിന്റെ അമ്മയായിട്ടുള്ള സുമല, ഇവര് മൂന്ന് പേരും കൂടി ചേർന്ന് നിലവില് നമ്മുടെ വീനിങ്ങിന്റെ ഭർത്താവായിട്ടുള്ള വിസാക്കിനെ ഉപേക്ഷിച്ച് ഇപ്പോ സുലൈമാൻ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ പോവുകയാണ്. ചുരുക്കി പറഞ്ഞ വീനിങ് ഇപ്പോ രണ്ടാം കല്യാണം കഴിക്കുന്നത് സുലൈമാനെയാണ്. പക്ഷേ ഒരു കെണിയിൽ നിന്ന് മറ്റൊരു വലിയ കെണിയിലേക്കാണ് നമ്മുടെ വീനിങ് പോയിട്ടുണ്ടായിരുന്നത്. സുലൈമാൻ ആണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള പണിക്കും പോവില്ല. ഏത് സമയം ചൂതാട്ടവും പിന്നെ കുറച്ച് ബ്ലാക്ക് മാജിക്കും ഒക്കെയാണ് ഇവന്റെ മെയിൻ പരിപാടി. ഇപ്പൊ പുഴയിലേക്ക് കയറ് കെട്ടി ഇറങ്ങുകയാണ്. മറുഭാഗത്തുള്ള അറ്റം പിടിച്ചിരിക്കുന്നത് വീനിങ് ആണ്. അവൾ ആ ഒരു കയറ് വിട്ടുകളഞ്ഞു. അതോടുകൂടി സുലൈമാൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. സംഗതി സുലൈമാൻ തീർന്നു പോയെങ്കിലും അവൻ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കടങ്ങളും ഇപ്പൊ നമ്മുടെ പാവം വീനിങ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സുലൈമാന്റെ നല്ല നടപ്പ് കാരണം ഇവക്ക് ഒരു സ്ഥലത്തും ജോലി കിട്ടാറില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ വീനിങ് അവളുടെ അമ്മയായിട്ടുള്ള സുമലയെയും മകളായിട്ടുള്ള നിർമ്മലയും കൊണ്ട് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഇറക്കെത്തിയപ്പോൾ ബൈക്കിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും അവിടെ വെച്ച് അവർക്ക് ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്യുകയാണ്. വീനിങ്ങിന്റെ അമ്മയായിട്ടുള്ള സുമല തൽക്ഷണം മരിച്ചു. മകളായ നിർമ്മലയെ നമ്മുടെ വീനിങ് അവിടെ മൊത്തം തെരഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു നാട്ടുകാരൻ വന്നിട്ട് നമ്മുടെ വീനിങ്ങിനോട് പറയുന്നത്, മേഡം ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല, ഇവിടെ അപകടമാണെന്ന്. അങ്ങനെ പോലീസുകാരും റെസ്ക്യൂ ടീമൊക്കെ വന്നിട്ട് അവിടെ അരിച്ചു പെറുക്കി നോക്കിയെങ്കിലും നിർമ്മലയുടെ ഒരു പൊടി പോലും കണ്ടെത്താനായില്ല. പിന്നീട് കാണിക്കുന്നത് തീർത്ഥയെയാണ്. അവളൊരു സ്വിമ്മിംഗ് കോച്ചാണ്. മാത്രമല്ല അവൾക്ക് ചെറിയൊരു പോഡ്കാസ്റ്റ് ചാനൽ കൂടിയുണ്ട്. പ്രധാനമായിട്ടും പ്രേതകഥകളൊക്കെയാണ് അവൾ അവളുടെ പോഡ്കാസ്റ്റ് ചാനലിലൂടെ പ്രേക്ഷകർക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ആഴ്ചകളോളമായിട്ട് ആ ഒരു പുഴക്കരയില് ഇപ്പൊ റെസ്ക്യൂ ടീമും മറ്റു പോലീസുകാരും നമ്മുടെ നിർമ്മലയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് തന്നെ പരിശോധിക്കാതെ മറ്റു സ്ഥലങ്ങളിലേക്കും തെരച്ചിൽ തുടങ്ങണമെന്ന് ഇപ്പൊ നമ്മുടെ വീനിങ് മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരെ കണ്ട് പറയുന്നു. വീട്ടിലിപ്പോ നമ്മുടെ വീനിങ് ഒറ്റയ്ക്കാണ് താമസം. അമ്മ മരിച്ചുപോയി. മകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണാനുമില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് വീനിങ്ങിന്റെ ജീവിതം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വീനിങ് ഇപ്പോ സ്ഥിരമായുള്ള ഒരു ജോലി തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളും ചെറിയൊരു ചാനലൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ റിംഗ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ട് ട്രൈപോഡൊക്കെ വെച്ച് അവൾ ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ പുറകിലുണ്ടായിരുന്ന കർട്ടൻ താനെ മാറുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. നമുക്കിപ്പോ ആ ഒരു റിംഗ് ലൈറ്റിന്റെ ഉള്ളിലായിട്ട് തന്നെ മരിച്ചു പോയിട്ടുള്ള അവളുടെ അമ്മയുടെ പ്രേതത്തെ കാണാം. പക്ഷെ അവൾ അത് കാണുന്നില്ല. വീണ്ടും ലൈവുമായിട്ട് അവൾ മുന്നോട്ട് പോകുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ റെസ്ക്യൂ ടീമിന്റെ അടുത്തേക്ക് നമ്മുടെ വീനിങ് പോയി ചോദിക്കുന്നുണ്ട്. ഈ ഒരു റെസ്ക്യൂ ടീമിന് ആ പുഴയിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുടെയുമല്ല, നേരത്തെ വീണ് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ സുലൈമാന്റെ ആയിരുന്നു. അവൾ അത് കണ്ട ഭാവം നടിച്ചില്ല. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. പല ജോലികളും നമ്മുടെ വീനിങ് ചെയ്തു. വൈകിട്ട് വീട്ടിലെത്തുമ്പോഴും അവൾ റെസ്റ്റ് എടുക്കുന്നില്ല. ലൈവിലുണ്ടായിരുന്ന ഓഡിയൻസിനോട് വീനിങ് തന്റെ മകളെ കാണാതായ കാര്യം ഒക്കെ തുറന്നു പറയുന്നു. വെറുതെ ഇരിക്കാൻ നമ്മുടെ വീനിങ്ങിന് തോന്നാറേയില്ല. അമ്മയുടെയും നിർമ്മലയുടെയും മുഖം അപ്പോഴേക്കും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അടുത്ത ദിവസം തന്നെ ഒരു പ്രിന്റിംഗ് ഷോപ്പിലേക്കാണ് നമ്മുടെ വീനിങ് ചെല്ലുന്നത്. അമ്മയുടെ ഫോട്ടോ അവിടെ നിന്ന് പ്രിന്റ് ചെയ്തെടുക്കുന്നു. ഇനിയും പോയ ഉടനെ തന്നെ നമ്മുടെ തീർത്ത ആ ഒരു കടയിലേക്ക് വരുന്നു. കടക്കാരൻ വീനിങ്ങിന്റെ ആ ഒരു കഥ നമ്മുടെ തീർത്ഥയുടെ അടുത്ത് പറഞ്ഞു. അതായത് ആക്സിഡന്റ് സംഭവിച്ചു, പിന്നീട് പുഴയിൽ ഈ ഒരു കുട്ടിയെ കാണാതായി എന്ന് പറയുമ്പോഴാണ് നമ്മുടെ തീർത്ഥയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. സ്വിമ്മിങ്ങില് നമ്മുടെ നിർമ്മലയ്ക്ക് തീർത്ത കോച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അവളുടെ അമ്മയായിട്ടുള്ള വീനിങ്ങിന് പോലും അറിയില്ല. അടുത്ത ദിവസം നമ്മുടെ വീനിങ് റെസ്ക്യൂ ടീമിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോഴാണ് റെസ്ക്യൂ ടീം അവിടുത്തെ തെരച്ചിലൊക്കെ മതിയാക്കി പോവുകയാണെന്നുള്ള കാര്യം നമ്മുടെ വീനിങ് അറിയുന്നത്. ആകപ്പാടി ഉണ്ടായിരുന്ന പ്രതീക്ഷയും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അന്ന് ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുള്ള നമ്മുടെ വീനിങ് ആകട്ടെ സ്ഥിരമായിട്ട് ലൈവ് ഇടുന്നത് പോലെ അന്നും ലൈവ് തുടങ്ങാൻ ആരംഭിക്കുന്നു. പക്ഷെ പുറകിലുണ്ടായിരുന്ന ആ ഒരു കർട്ടൻ താനെ നീങ്ങാണ്. അവളങ്ങനെ ആ ഒരു കർട്ടൻ മുഴുവനായിട്ട് വലിച്ചിട്ട ശേഷം നോക്കുമ്പോൾ ഈ ഒരു ട്രൈപോഡ് ആണെന്നുണ്ടെങ്കിൽ താനെ ചെരിയുന്നു. അതൊക്കെ കാര്യമാക്കാണ്ട് വീണ്ടും അവൾ ലൈവ് തുടങ്ങി. പക്ഷേ ഇത്തവണ ഈ ഒരു ട്രൈപോഡ് നിന്ന് കറങ്ങാനായിട്ട് തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾ അങ്ങനെ താഴെ കിടന്നിരുന്ന എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. അടുത്ത ദിവസം രാവിലെ വീനിങ്ങിന്റെ അമ്മയായിട്ടുള്ള സുമലയുടെ ഡ്രോയർ പരിശോധിച്ചപ്പോൾ അതിൽ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ടെറ്റ്സൂയ എന്ന് പറയുന്ന ഒരാളുടെ തുണിയൊക്കെ ഇവളുടെ അമ്മ ക്ലീനിങ്ങിനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി അവളുടെ അമ്മയ്ക്കുള്ളതുകൊണ്ട് തന്നെ
ഇവൾ ഈ ഒരു തുണിയൊക്കെ വാഷ് ചെയ്തിട്ട് ഇപ്പൊ ടെറ്റ്സുയുടെ അടുത്തേക്ക് പോവുകയാണ്. അമ്മ മരിച്ചു പോയല്ലോ, ഇനി ആ ഒരു തുണി കൊടുക്കാനായിട്ട് ഇവള് തന്നെ ഇങ്ങോട്ടേക്ക് വരണം. ടെറ്റ്സുയ നമ്മുടെ നിർമ്മലയുടെ ക്ലാസ് ടീച്ചർ കൂടിയായിരുന്നു. മകളെ കാണാതായ വിവരം ടെറ്റ്സുയ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീം ഇപ്പോൾ എന്താണ് പറയുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീനിങ്ങിനോട് ടെറ്റ്സുയ ചോദിച്ചറിയുന്നു. ടെറ്റ്സുയയുടെ വീട്ടിലെ മുൻ ജോലിക്കാരിയായിരുന്നു നമ്മുടെ വീനിങ്ങിന്റെ അമ്മയായിട്ടുള്ള സുമല. അമ്മയ്ക്ക് പകരം ഞാൻ നാളെ മുതൽ ജോലിക്ക് വന്നോട്ടെ എന്ന് ഇപ്പോൾ ടെറ്റ്സുയുടെ അടുത്ത് വീനിങ് ചോദിക്കുന്നു. ടെറ്റ്സുയ മറുത്തൊന്നും പറയാതെ നാളെ മുതൽ ജോലിക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. സ്ഥിരമായുള്ള ഒരു ജോലി കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ വീനിങ് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. മറുവശത്ത് നമ്മുടെ തീർത്ഥയാകട്ടെ അവളുടെ പോഡ്കാസ്റ്റിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിലും അങ്ങോട്ട് വൈറലാവുന്നില്ല. അപ്പോഴാണ് ഈ ഒരു വീനിങ്ങിന്റെ കഥ അങ്ങോട്ട് പറഞ്ഞാലോ എന്നുള്ള ഒരു തോന്നല് അവളുടെ മനസ്സിൽ വരുന്നത്. മറുവശത്ത് അമ്മ മരിച്ചതിനെ തുടർന്നുള്ള ചടങ്ങിന്റെ ഭാഗമായിട്ട് ഓരോ വീടുകളിലേക്കും ഓരോ പൊതി നമ്മുടെ വീനിങ് കൊണ്ടുചെന്ന് കൊടുക്കുകയാണ്. അടുത്ത ദിവസം വീനിങ് ആകെ വിഷമിച്ചിട്ട് ആ ഒരു പുഴയ്ക്കരികിലായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ തീർത്ഥ അങ്ങോട്ടേക്ക് വന്നിട്ട് അതൊക്കെ മൊബൈലിൽ പകർത്തുന്നത്. പെട്ടെന്ന് പുഴയ്ക്കരികിലായിട്ട് മകളുടെ ശബ്ദം കേട്ട നമ്മുടെ വീനിങ് അങ്ങോട്ടേക്ക് പോയി നോക്കുന്നു. അവൾക്കത് തോന്നിയതായിരുന്നു. അവിടെ വെച്ചാണ് നമ്മുടെ വീനിങ് തീർത്ഥയെ പരിചയപ്പെടുന്നത്. വീട്ടിലെത്തിയ നമ്മുടെ തീർത്ഥയാകട്ടെ അവളുടെ കൂട്ടുകാരനായിട്ടുള്ള ഗസ്സിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയെങ്കിലും വീനിങ്ങിനെ അവളുടെ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യിപ്പിക്കണം, അതാണ് ഇവളുടെ പരിപാടി. അങ്ങനെ വീനിങ് ഇല്ലാത്ത സമയത്ത് അവളുടെ വീട്ടിലേക്ക് തീർത്ഥ വരികയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, കഥകെല്ലാം തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ അകത്തേക്ക് കയറി. പെട്ടെന്ന് തീർത്ഥയുടെ കൈ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് താഴെ വീണു. അവൾ അതെല്ലാം എടുത്തു മാറ്റിവെച്ചു. എന്നിട്ട് ഇവരുടെ ഫാമിലി ഫോട്ടോ എല്ലാം തന്നെ ഇപ്പൊ ക്യാമറയിൽ പകർത്തി. അപ്പോഴാണ് അടുക്കളയുടെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം വീഴുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അവൾ അങ്ങനെ ആ കൈ കൊണ്ട് ആ ഒരു വെള്ളം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു വെള്ളം മൊത്തം ചോരയായി മാറിയിട്ട് അവളുടെ കയ്യിലേക്ക് വീഴാണ്. അവൾ ആകെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ അവൾ പിന്തിരിഞ്ഞു. നോക്കുമ്പോൾ അതിനടിയിൽ ഒരു പ്രേതം, അതായത് ഇവളുടെ വീനിങ്ങിന്റെ അമ്മയുടെ പ്രേതത്തെ അവൾ നേരിട്ട് കാണുകയാണ്. ഇത് കണ്ട് ഞെട്ടി വിറച്ച തീർത്ത അവിടെ നിന്ന് കണ്ടം വഴി ഓടുകയാണ്. എന്തോ ഭാഗ്യത്തിന് അവൾ അപ്പുറത്തേക്ക് കടന്നപ്പോഴാണ് ആ ഒരു ഡോറ് അടഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ തീർത്ത ഈ ഒരു വീടിനുള്ളിൽ കുടുങ്ങിപ്പോയനെ. പുറത്തേക്ക് എത്തിയിട്ടും നമ്മുടെ തീർത്തയ്ക്ക് ഒരു തരത്തിലുള്ള സമാധാനവും കിട്ടുന്നില്ല. എന്താ ഞാനിപ്പോ കണ്ടത്? ഒരുപാട് തരത്തിലുള്ള പ്രേതകഥകൾ അവൾ അവളുടെ പോഡ്കാസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവളൊരു പ്രേതത്തെ നേരിട്ട് കാണുന്നത്. മറുവശത്ത് വിഷമിച്ചിരിക്കുന്ന നമ്മുടെ വീനിങ്ങിനോട് ടെറ്റ്സുയ ഒരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, പേപ്പർ ക്രെയിൻസിനെ പറ്റി. ഈ ഒരു പേപ്പർ ക്രെയിൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഹോപ്പ്, അതായത് പ്രതീക്ഷ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാന് അല്ലെങ്കിൽ ഗുഡ് ലക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതീകമായിട്ട് കാണുന്ന പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കിയിട്ട് പുഴയിൽ ഒഴുക്കാൻ ടെറ്റ്സുയ നമ്മുടെ വീനിങ്ങിനോട് പറയുകയാണ്. അതനുസരിച്ച് വീനിങ് അപ്പൊ തന്നെ ഷോപ്പിൽ പോയിട്ട് ഒരുപാട് പേപ്പർ വാങ്ങുന്നുണ്ട്. അന്ന് വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ ഗസ്സും തീർത്ഥയും ഇപ്പൊ വീനിങ്ങിനെ കാണാൻ അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വീനിങ്ങിനെ നമ്മുടെ തീർത്ഥയുടെ പോഡ്കാസ്റ്റിൽ പങ്കെടുപ്പിക്കാനായിട്ടാണ് ഇവരുടെ പ്ലാന്. അപ്പൊ അതൊക്കെ ഓക്കെ, എനിക്കൊരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ തീർത്ഥയും വീനിങ്ങിന്റെ ഒപ്പം കൂടുകയാണ്. അങ്ങനെ ഒരുപാട് പേപ്പർ ക്രെയിൻസ് അന്ന് രാത്രി ഇവരുണ്ടാക്കി. രാത്രിയായപ്പോ നമ്മുടെ തീർത്ത് ഉറങ്ങിപ്പോയി. പക്ഷെ വീനിങ് ഇപ്പോഴും ആ ഒരു പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മകളെ തിരിച്ചു കിട്ടും എന്നാണ് അവളുടെ പ്രതീക്ഷ. പെട്ടെന്നാണ് ഇവളുടെ അമ്മയുടെ പ്രേതം വന്നിട്ട് നമ്മുടെ വീനിങ്ങിന്റെ കഴുത്തിൽ പിടിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും തീർത്ത ഉണർന്നു. എന്നിട്ട് അവളെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ തീർത്തയും വീനിങ്ങും കൂടി ചേർന്നിട്ട് ഇപ്പൊ പുഴക്കരികിലേക്ക് പോവുകയാണ്. ഇതിനകം തന്നെ ഒരു ചാക്ക് മുഴുവനായിട്ട് പേപ്പർ ക്രെയിൻസ് ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പൊ പുഴയിൽ ഒഴുക്കി കളഞ്ഞു. ആ ഒരു ഒഴുകി വരുന്ന പേപ്പർ ക്രെയിൻസ് നമ്മുടെ ടെറ്റ്സുയെയും കാണുന്നുണ്ട്. അന്ന് വൈകിട്ട് തന്നെ ഗസ്സിനെ നമ്മുടെ തീർത്ത കാണുകയും പരിചയത്തില് ഏതെങ്കിലും ഷാമാൻ അല്ലെങ്കിൽ മന്ത്രവാദി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. വീനിങ്ങിന്റെ വീട്ടിലുള്ള പ്രേതശല്യത്തെ പറ്റി ഗസ്സിനോട് അവൾ പറഞ്ഞു. ആ, ശരിയാക്കാം എന്നാണ് ഗസ് പറയുന്നത്. അന്ന് വൈകിട്ട് ടെറ്റ്സുയുടെ റൂം വൃത്തിയാക്കാനായിട്ട് നമ്മുടെ വീനിങ് ചെന്നപ്പോ ടെറ്റ്സുയ വേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് അവൻ തന്നെ ആ ഒരു റൂമിലേക്ക് നമ്മുടെ വീനിങ്ങിനെ കൊണ്ടു ചെല്ലുകയും എന്നിട്ട് അവിടെയുള്ള ആ ഒരു പ്ലാൻസും മൊത്തം കാണിച്ചു കൊടുത്തു. അടുത്ത ദിവസം തന്നെ വീനിങ് വാക്കുപാലിച്ചു. അതായത് നമ്മുടെ തീർത്ഥയുടെ കൂടെ അവളുടെ പോഡ്കാസ്റ്റിൽ അവളും ഇപ്പൊ പങ്കെടുത്തു. പോഡ്കാസ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ ആ ഒരു വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്കൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കിച്ചാലോ എന്നിപ്പോ തീർത്ത വീനിങ്ങിനോട് ചോദിക്കുകയാണ്. ഗസിന്റെ പരിചയത്തിലെ ഒരു മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞപ്പോ വീനിങ് പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം തന്നെ ഇവര് മൂന്നുപേരും കൂടി ചേർന്ന് മന്ത്രവാദിയായിട്ടുള്ള ഗോയെ കാണാൻ പോവുകയാണ്. പ്രേതത്തിന്റെ ശല്യവും തന്റെ കാണാതായ മകളെ പറ്റിയും ഇപ്പൊ മന്ത്രവാദിയുടെ അടുത്ത് വീനിങ് പറഞ്ഞു. മറുപടിയായി പറഞ്ഞ കാര്യം ഇതായിരുന്നു: നീ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്,
അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും നമുക്കതൊക്കെ മാറ്റിയെടുക്കാം. ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ തീർത്ത ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. അവൾ ചെയ്ത പാപത്തെക്കുറിച്ച് മന്ത്രവാദി ചോദിച്ചപ്പോ എന്റെ അറിവിൽ ഞാൻ ഒരു കാര്യമേ ചെയ്തിട്ടുള്ളൂ. ആദ്യ ഭർത്താവായ വിസാക്കിനെ ഞാൻ ഉപേക്ഷിച്ചു. നമുക്കെന്തായാലും റിച്വലും മറ്റൊക്കെ നടത്താമെന്ന് പറഞ്ഞ് മന്ത്രവാദി അവൾക്ക് വാക്കു കൊടുക്കുന്നു. ശേഷം നമ്മുടെ തീർത്ത ഇപ്പോ ടെറ്റ്സുയുടെ വീട്ടിലേക്ക് നമ്മുടെ വീനിങ്ങിനെ കൊണ്ടു ചെന്നാക്കുകയാണ്. അപ്പോഴാണ് ടെറ്റ്സുയെ നമ്മുടെ തീർത്ത ആദ്യമായിട്ട് കാണുന്നത്. 2 ദിവസം ലീവ് ചോദിക്കാനായിട്ടാണ് ടെറ്റ്സുയുടെ വീട്ടിലേക്ക് ഇപ്പൊ നമ്മുടെ വീനിങ് വന്നിട്ടുള്ളത്. അന്ന് വൈകിട്ട് തന്നെ മുൻ ഭർത്താവായിട്ടുള്ള വിസാക്കിനെ കാണാനായിട്ട് വീനിങ്ങും തീർത്തയും വേറൊരു നാട്ടിലേക്ക് പോവുകയാണ്. വിസാക്കിനെ ഉപേക്ഷിച്ച് വരുമ്പോ അന്ന് രാത്രി തന്നെ വിസാക്കിന് ഒരു അബദ്ധം പറ്റി. അടുത്തുണ്ടായിരുന്ന ഒരു മണ്ണെണ്ണക്കാന തട്ടിപ്പോയിട്ട് അതിൽ നിന്ന് അവന്റെ ഡ്രസ്സിലേക്ക് തീ പടർന്നു. അതോടുകൂടിയിട്ട് അവന് നല്ല രീതിയിലുള്ള പൊള്ളലേൽക്കുകയും ചെയ്തു. പിറ്റേ ദിവസത്തെ പത്രവാർത്തയില് ഭാര്യ ഇട്ടേച്ച് പോയത് കൊണ്ട് ഭർത്താവ് തനിയെ തീ കൊളുത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരുന്നു. ചുരുക്കി പറഞ്ഞ ഒരു അനാഥ മന്ദിരത്തിലാണ് ഇപ്പൊ വിസാക്കിനെ പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് ഇപ്പൊ വിസാക്കിനെ കാണാനായിട്ട് അവിടുത്തെ അധികാരിയോട് പെർമിഷൻ ചോദിച്ച് അകത്തേക്ക് കയറി. വിസാക്കിന് നല്ല രീതിയിലുള്ള പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതൊക്കെ വളരെ പതുക്കെയാണ്. ഞാൻ ചെയ്ത കാര്യത്തിന് എനിക്ക് മാപ്പ് നൽകണം എന്നാണ് വീനിങ് ഇപ്പൊ വിസാക്കിനോട് പറയുന്നത്. എല്ലാം തന്നെ ജനലിന്റെ അപ്പുറത്ത് നിന്ന് നമ്മുടെ തീർത്ത കേൾക്കുകയും അവൾ അത് ഫോണിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അകത്താണെന്നുണ്ടെങ്കിൽ വിസാക്ക് വളരെ പതുക്കെ നമ്മുടെ വീനിങ്ങിനോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ നിന്നോട് ക്ഷമിക്കാം, പക്ഷെ ഈ ബെഡിൽ കിടക്കുന്ന തലയോണ ഉപയോഗിച്ച് നീ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലണം. ഇത് കേട്ടതും നമ്മുടെ വീനിങ് ആകെ ഞെട്ടിത്തരിച്ചുപോയി. അവൾ എന്നാലും മനസ്സില്ലാ മനസ്സോടെ ആ ഒരു തലയോണ എടുത്തിട്ട് വിസാക്കിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷെ അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വിസാക്ക് തനിയെ താഴേക്ക് വീഴുകയും ആ ഒരു കട്ടിലില് തലയിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടതോട് കൂടിയിട്ട് തീർത്തയുടെ സകല കിളിയും പോയി. അവൾ അപ്പൊ തന്നെ ഫോൺ എടുത്ത് കീശയിൽ വെച്ചു. രണ്ടുപേർക്കും ഒരു വലിയ ഷോക്കായിരുന്നു അത്. വൈകിട്ട് തന്നെ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. തീർത്തയ്ക്ക് ഇപ്പൊ നല്ല കുറ്റബോധം തോന്നുന്നുണ്ട്. വീനിങ് അറിയാതെ അവരുടെ ആ ഒരു ഫൂട്ടേജ് ഒക്കെ എടുക്കാൻ നോക്കിയതില്. വീനിങ് ആകട്ടെ ലൈവില് ഓഡിയൻസിനോട് എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഗസ്സിനെ വിളിച്ച് ആ ഒരു റിച്വലിന്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് നമ്മുടെ തീർത്ത അന്വേഷിക്കുന്നുണ്ട്. അന്ന് രാത്രി ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീനിങ്. അതിൽ നിന്ന് സ്പ്രേ ചെയ്യുന്നത് രക്തമായിരുന്നു. ആദ്യം അവൾക്കത് മനസ്സിലായില്ല. പിന്നീട് ഓഡിയൻസ് തന്നെ മെസ്സേജിൽ പറഞ്ഞപ്പോഴാണ് അവൾക്കത് മനസ്സിലായത്. അവൾ പെട്ടെന്ന് തന്നെ അത് തുടയ്ക്കാനായിട്ട് നോക്കുന്നു. പെട്ടെന്നാണ് ആ ഒരു റിംഗ് ലൈറ്റിൽ നിന്നും ഒരു കൈ വന്നിട്ട് അവളെ പിടികൂടുന്നത്. ആ ഒരു പ്രേതം ഒരുപാട് നേരം നമ്മുടെ വീനിങ്ങിനെ വേട്ടയാടുകയാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ നമ്മുടെ ടെറ്റ്സുയുടെ വീട്ടിലേക്ക് ഇപ്പോ വീനിങ് പോകുന്നു. വീനിങ് അങ്ങനെ എല്ലാ കാര്യവും ടെറ്റ്സുയോട് പറഞ്ഞു. എന്നിട്ട് പ്രേതത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നും തന്നെ നമ്മുടെ ടെറ്റ്സുയ മറുപടി നൽകിയില്ല. വീനിങ്ങിന് റൂം കാണിച്ചു കൊടുത്ത് പോകുമ്പോഴാണ് ടെറ്റ്സുയ എനിക്ക് പ്രേതത്തിൽ ഒരു തരത്തിലുള്ള വിശ്വാസവുമില്ല എന്ന് വീനിങ്ങിനോട് പറയുന്നത്. അന്ന് രാത്രിയും പലതരത്തിലുള്ള ദുസ്വപ്നങ്ങള് നമ്മുടെ വീനിങ്ങിനെ വേട്ടയാടി. അന്ന് രാവിലെ തന്നെ ടെറ്റ്സുയുടെ വീട്ടിലേക്ക് നമ്മുടെ തീർത്ത ഓടി വരികയാണ്. എന്നിട്ട് വീനിങ്ങിനെയും കൂട്ടി അവിടുത്തെ പുഴക്കരികിലേക്ക് പോവുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, സുലൈമാന്റെ ബോഡി അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ ഒരു കയറ് കെട്ടിയിട്ട് ഈ ഒരു നദിയിലേക്ക് ഇറങ്ങുന്ന സീൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അത് യഥാർത്ഥത്തിൽ ഒരു റിച്വൽ ആയിരുന്നു. പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദം നടത്തിയതാണ് സുലൈമാൻ. താനും ഒഴുക്കിൽ പെടുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീനിങ് ആ ഒരു കയറ് വിട്ടുകളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രവാദി പറയുന്നത് മറ്റൊന്നുമല്ല, നിർമ്മലയെ തിരിച്ചു കിട്ടാനായിട്ട് വൈകിട്ട് ആരുമില്ലാത്ത സമയത്ത് പുഴക്കരയിൽ വെച്ച് തന്നെ ഒരു റിച്വൽ നടത്തേണ്ടതായിട്ടുണ്ട്. വീനിങ് അതിന് സമ്മതിച്ചു. അങ്ങനെ വീനിങ് ഇപ്പോൾ നേരെ ചെല്ലുന്നത് ടെറ്റ്സുയുടെ അടുത്താണ്. 2 മാസത്തെ ശമ്പളം അവൾ മുൻകൂറായി പുള്ളിക്കാരനോട് ചോദിക്കുന്നു. മറുത്തൊന്നും പറയാത്ത ടെറ്റ്സുയ അവൾക്ക് പണം നൽകി. വൈകിട്ടാണ് ഈ ഒരു റിച്വല് പുഴക്കരയിൽ നടക്കുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ തീർത്ത ചെല്ലാനായിട്ട് നോക്കി. പക്ഷേ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ കടത്തിവിടുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, റിച്വൽ നടക്കുന്ന സമയത്ത് പെൺകുട്ടികളുടെ സാമീപ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇത് നടത്താനുള്ള പണം അപ്പൊ തന്നെ ഗസിന്റെ കയ്യിൽ വീനിങ് കൊടുത്തു. ടെറ്റ്സുയ ആയിരുന്നു അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മറുവശത്ത് മന്ത്രവാദിയാണെന്നുണ്ടെങ്കിൽ പുഴക്കരയിൽ നിന്നുകൊണ്ട് ആ ഒരു റിച്വലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ചടങ്ങുകൾക്കൊക്കെ ശേഷം നാട്ടുകാർ മൊത്തം ഇപ്പോ നിർമ്മലയെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. നിർമ്മല അവസാനമായിട്ട് ധരിച്ചിരുന്ന ഒരു വസ്ത്രത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അവർക്ക് കിട്ടിയത്. ആ ഡ്രസ്സിന്റെ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മന്ത്രവാദി വീനിങ്ങിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്ത പാപങ്ങൾ വലുതാണ്, അത് മാറ്റാനായിട്ട് കഴിയുന്നില്ല. അവരൊക്കെ പോയതിനു ശേഷം നമ്മുടെ വീനിങ് ഇപ്പൊ പൊട്ടിക്കരയുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല.
അപ്പോഴേക്കും ആ രണ്ട് പ്രേതങ്ങൾ അവളുടെ അമ്മയുടെയും അതുപോലെ തന്നെ വിസാക്കിന്റെ പ്രേതവും അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവരോട് അവൾ അപ്പൊ തന്നെ മാപ്പ് പറയുന്നു. മറുവശത്ത് നമ്മുടെ ടെറ്റ്സുയെ കുറിച്ചിട്ട് തീർത്തയ്ക്ക് ചില സംശയങ്ങളൊക്കെ വരികയാണ്. മറ്റൊന്നുമല്ല, ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് നിർമ്മല ധരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലുള്ള ഒരു ക്ലിപ്പ് തന്നെ ടെറ്റ്സുയുടെ മകളുടെ ഫോട്ടോയിലും ഉണ്ടായിരുന്നു. നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ടെറ്റ്സുയെ പറ്റിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കാര്യങ്ങൾ അവൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. പുള്ളിക്കാരൻ ഒരു ജപ്പാനീസുകാരനായിരുന്നു, ഡിവേഴ്സ്ഡ് ആണ്. അതുപോലെ തന്നെ ഭാര്യയ്ക്കും മകൾക്കും സംഭവിച്ച ആക്സിഡന്റില് ഇപ്പോഴും പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിയെയാണ്. ഈ കാര്യങ്ങളൊക്കെ കണ്ട തീർത്തയാകട്ടെ വീനിങ്ങിനെ ഫോണിൽ വിളിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നില്ല. എന്നാ പിന്നെ ഗസ്സിനോട് ഈ ഒരു കാര്യം പറയാന്ന് വിചാരിച്ചിട്ട് അവനെ കാണാൻ ചെന്നപ്പോ അവിടെ ആ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതെല്ലാം തന്നെ ഒരു പറ്റിപ്പ് പരിപാടിയായിരുന്നു. ഈ ഒരു ഗോവ എന്ന് പറയുന്ന മന്ത്രവാദി ശരിക്കും ഒരു മന്ത്രവാദിയേ ആയിരുന്നില്ല. സുലൈമാന് ഇയാൾക്കും അതുപോലെ തന്നെ മറ്റൊരാൾക്കും പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അത് എന്ത് ചെയ്താൽ സുലൈമാൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവനൊരു ഫ്രോഡ് ആയിരുന്നല്ലോ. സുലൈമാൻ എന്തായാലും മരിച്ചുപോയി. അപ്പൊ അവൻ തരാനിരുന്ന ആ ഒരു പണം അവന്റെ ഭാര്യയിൽ നിന്ന് ഈടാക്കാൻ വേണ്ടിയിട്ട് ഇവര് കളിച്ച ഒരു നാടകം മാത്രമായിരുന്നു ഇതൊക്കെ. ആ ഒരു പാവത്തിന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റിക്കാൻ തോന്നിയത് എന്നാണ് ഇപ്പോ തീർത്ത ഇവരോട് ചോദിക്കുന്നത്. ഗസ്സിനെയും വഴക്ക് പറഞ്ഞ് തീർത്ത അവിടെ നിന്നും പോയി. വീനിങ്ങിന്റെ വീട്ടിലേക്കാണ് തീർത്ത പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീനിങ്ങിനെ അവിടെ കാണാനില്ല. അവളോട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറയണം, അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെറ്റ്സുയുടെ വലയത്തിൽ ഇനിയും ചെന്നുപെടുമെന്ന് നമ്മുടെ തീർത്തയ്ക്ക് ഉറപ്പാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീനിങ് ആ അമ്മയെയും അതുപോലെ തന്നെ നിർമ്മലയും ബൈക്കിൽ കൊണ്ടു ചെല്ലാനായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അത് ടെറ്റ്സുയുടെ വീട്ടിൽ നിന്നായിരുന്നു. മാത്രമല്ല ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച അപ്പം തന്നെ ടെറ്റ്സുയ നിർമ്മലയെ എടുത്തിട്ട് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആർക്കും തന്നെ അറിയില്ല. നിർമ്മലയെ കണ്ടപ്പോൾ തന്നെ തന്റെ മരിച്ചുപോയ മിയാക്കോ എന്ന് പറയുന്ന മകളെയാണ് ടെറ്റ്സുയയ്ക്ക് ഓർമ്മ വരുന്നത്. മകളെ കൊന്ന കുറ്റബോധം കാരണം ഇപ്പൊ നിർമ്മലയെ കാണുമ്പോൾ സ്വന്തം മകളായിട്ട് തോന്നുകയും അതുപോലെ തന്നെ അവളെ സ്വന്തമാക്കാനുള്ള ഒരു ഒബ്സഷൻ ടെറ്റ്സുയയ്ക്ക് തോന്നുകയാണ്. ഇക്കാര്യം വീനിങ്ങിന്റെ അമ്മയായിട്ടുള്ള സുമല കണ്ടുപിടിച്ചു. അന്ന് രാത്രി തന്നെയായിരുന്നു അതും നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് നിന്ന് നിർമ്മലയെ ഈ ഒരു ടെറ്റ്സുയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ടെറ്റ്സുയുടെ വീട്ടിലേക്ക് വന്ന വീനിങ്ങിനെയും ഇപ്പോ അയാളെ പിടിച്ചു കെട്ടി വച്ചിരിക്കുകയാണ്. എന്നിട്ട് ബലമായിട്ട് ഇനി മുതൽ നമ്മുടെ നിർമ്മലയുടെ ഗാർഡിയൻ അവനാണെന്നുള്ള രീതിയിലുള്ള ഒരു മുദ്രപത്രത്തില് വീനിങ്ങിന്റെ വിരലടയാളം പതിപ്പിക്കുന്നു. പക്ഷെ ടെറ്റ്സുയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് പ്രേതങ്ങൾ വരികയാണ്. എന്നിട്ട് നമ്മുടെ വീനിങ്ങിന്റെ ശരീരത്തിലേക്ക് കയറുന്നു. അതോടുകൂടിയിട്ട് സംഗതി പണി പാടിയെന്ന് ടെറ്റ്സുയയ്ക്ക് മനസ്സിലായി. ടെറ്റ്സുയ നിർമ്മലയും എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. പക്ഷേ വീനിങ്ങിന്റെ ദേഹത്ത് കയറിയ അവളുടെ അമ്മയുടെ പ്രേതമാകട്ടെ ടെറ്റ്സുയയും കൊണ്ട് ആ ഒരു പുഴയിലേക്ക് എടുത്തു ചാടുന്നു. നിർമ്മലയെ അപ്പോഴേക്കും നമ്മുടെ തീർത്ത രക്ഷപ്പെടുത്തി. സുലൈമാന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള നമ്മുടെ വീനിങ്ങിന് ഇപ്പോൾ കോടതി 5 മാസം തടവ് വിധിച്ചിരിക്കുകയാണ്. ടെറ്റ്സുയ രക്ഷപ്പെട്ടില്ല, അവൻ മരിച്ചുപോയി. തീർത്തയ്ക്ക് ഇപ്പോ പോഡ്കാസ്റ്റിലൊന്നും ഒരു താല്പര്യവുമില്ല. ഇവളെ കുറിച്ച് ശേഖരിച്ച ആ ഒരു തെളിവുകളും ഫൂട്ടേജുകളും എല്ലാം തന്നെ തീർത്ത ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 5 മാസത്തെ തടവിന് ശേഷം തീർത്തയോടും നിർമ്മലയോടും കൂടി വളരെ സന്തോഷവതിയായി നിൽക്കുന്ന വീനിങ്ങിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.